ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഷിബിലി ടി കെ വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ടൂറിൻ്റെ വീഡിയോ ആണ്. ഇന്നലെ മിഞ്ഞാന്ന് പിന്നെ നമ്മൾ സിയാറത്തിൻ്റെ വീഡിയോ ആയിരുന്നു ഇട്ടിരുന്നത്. അപ്പോൾ ഇന്ന് പാമ്പമ്പാലം കാണാനും ധനുഷ്കോടിയിലെ കാഴ്ചകൾ കാണാനുമായിട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. ഇപ്പോൾ സമയത്ത് ഏകദേശം ഒരു 2:30 ആയിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടും നല്ല വെയിലുമാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെ ഓരോരുത്തരും ഉറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ വണ്ടിയിൽ നിന്ന്. പിന്നെ ഒരു ട്രെയിന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ വണ്ടി നിർത്തിയതായിരുന്നു. ഈ ടൈമിലാണ് എന്നുണ്ടെങ്കിൽ നമുക്കും സമയം വൈകുന്നുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ 5 മണിക്ക് ധനുഷ്കോടി ക്ലോസ് ചെയ്യും. അപ്പോൾ അപ്പോഴേക്ക് എത്തണമെന്ന് പറഞ്ഞതായിരുന്നു. അങ്ങനെ ഞങ്ങൾ പാമ്പമ്പാലം എത്തിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. പിന്നെന്താണെന്ന് വെച്ചാൽ നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഇവിടെ കാണാൻ. പിന്നെ ഇവിടെ കൂടുതൽ ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല വെയിലായിരുന്നില്ലേ. പിന്നെ ഉച്ച ടൈമും അല്ലേ ഞങ്ങൾ പോകുന്ന ടൈം. അപ്പോൾ പിന്നെ അതുകൊണ്ടായിരിക്കും കേട്ടോ ആൾക്കാരില്ലാത്തത്. കടലിൻ്റെ ചുറ്റുഭാഗം കണ്ടിട്ട് കുട്ടികൾക്ക് നല്ല കൗതുകം തോന്നിയിട്ട് അവർക്ക് നല്ലോണം ഇഷ്ടമായി. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കൂട്ടുകളും ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ പിന്നെ അവർ വണ്ടിയിൽ പോകുമ്പോഴാണ് കാണുന്നത്. പിന്നെ അവിടെ എത്തിയതിന് ശേഷം ശരിക്കും കാണാമെന്ന് വെച്ചു. പാമ്പമ്പാലത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി പറയാനുണ്ട്. 2025 ഏപ്രിൽ 6 നരേന്ദ്രമോദിയാണ് ഈ പാലം ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. 1914 രാജ്യത്തെ കടൽപ്പാലം ആദ്യമായിട്ട് വരുന്നത് കേട്ടോ. പിന്നീട് 1964 വലിയൊരു അപകടം ഉണ്ടായത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ധനുഷ്കോടി പാസഞ്ചർ ആണ് ആ അപകടത്തിൽപ്പെട്ടത്. അതിൽ 100-ലധികം ആളുകൾ മരണപ്പെട്ടിരുന്നു. പിന്നീട് അത് പുതുക്കി പണിയുകയും ചെയ്തു കേട്ടോ. 535 കോടി ചിലവിലാണ് കേട്ടോ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ വെർട്ടിക്കൽ പാലം പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. ഈ പാലത്തിൻ്റെ അടുത്ത് പാമ്പൻ ബ്രിഡ്ജും ഉണ്ട് കേട്ടോ. ഇത് കൂടാതെ ഈ പാലത്തിൻ്റെ അടുത്തായിട്ട് പാമ്പൻ ബ്രിഡ്ജിൻ്റെ കൺട്രോൾ സെറ്റും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്തായിട്ടാണ് കേട്ടോ പാലത്തിൻ്റെ കൺട്രോളിങ്ങും നടക്കുന്നത്. 2.8 കിലോമീറ്റർ നീളമാണ് കേട്ടോ ഇതിൻ്റെ നീളം. കൂടാതെ 99 കോൺക്രീറ്റ് വില്ലേജിലാണ് ഈ പാലം നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇവിടെ എത്തി കാണാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ വന്ന സമയത്ത് ട്രെയിൻ പോകുന്നത് കണ്ടില്ല കേട്ടോ. കടലിൻ്റെ മുകളിൽ കൂടെ ട്രെയിൻ ഇങ്ങനെ പോകുമെന്ന് പറഞ്ഞ് നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ട്, പക്ഷേ ഞങ്ങൾക്ക് ശരിക്കും കാണാൻ കഴിഞ്ഞില്ല. ആ ടൈമിൽ ട്രെയിൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. 58 km/h വേഗതയിൽ വരുന്ന കാറ്റിനെ പ്രതിരോധിക്കാൻ ഈ പാലത്തിന് കഴിയും എന്നാണ് കേട്ടോ പറയപ്പെടുന്നത്. അതിലും കൂടുതലായാണ് ട്രെയിൻ ഓടുന്നത് എങ്കിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിൻ നിൽക്കുന്ന ഓട്ടോമാറ്റിക് ആയി നിൽക്കുന്ന സൗകര്യം പാലത്തിലൂടെ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഒത്തിരി സവിശേഷതകൾ ഉണ്ട് കേട്ടോ ഈ പാലത്തിന്. പിന്നെ എനിക്കറിയാവുന്നതൊക്കെയാണ് ഞാൻ പറഞ്ഞു തന്നതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. കൂടാതെ കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യണേ. ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ പാമ്പമ്പാലം കാണുന്നത്. കണ്ടപ്പോൾ ഒരുപാട് കൗതുകം തോന്നി. പിന്നെ മിസ്സായത് എന്താണെന്ന് വെച്ചാൽ ട്രെയിന് കടലിൻ്റെ മുകളിൽ കൂടെ പാലത്തിലൂടെ പോകുന്നത് കാണാൻ പറ്റില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ പോയി ഒന്ന് ജസ്റ്റ് വണ്ടി നീങ്ങി അപ്പോഴേ ട്രെയിൻ വന്നും ചെയ്തു കേട്ടോ. പക്ഷേ അത് ഒന്ന് കാണാൻ പറ്റില്ല എന്നുള്ളൊരു ടെൻഷനായിരുന്നു കേട്ടോ എല്ലാവർക്കും അപ്പോഴേ. അങ്ങനെ അൽഹംദുലില്ലാ പാമ്പമ്പാലവും എല്ലാവരും കണ്ടു. അതിനുശേഷം ഞങ്ങൾ യാത്ര തിരിക്കുന്നത് ധനുഷ്കോടിയിലേക്കാണ്. പിന്നെ വണ്ടി കയറിയതിന് ശേഷം എല്ലാവരും പറയുന്നത് ജസ്റ്റ് ഒന്ന് മിസ്സായിപ്പോയില്ലേ, ട്രെയിൻ കാണാൻ പറ്റില്ല എന്നൊക്കെ ആയിരുന്നു കേട്ടോ. രാമേശ്വരത്തിൽ നിന്നും ധനുഷ്കോടിയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 19.1 കിലോമീറ്റർ ആണ്. ഇതാണ് കേട്ടോ ധനുഷ്കോടി സിറ്റി എന്നറിയപ്പെടുന്നത്. ഈ കാണുന്ന ഈ സ്തൂപല്ലേ, ഇത് കണ്ടപ്പോഴേ ഇക്ക പറഞ്ഞു തുടങ്ങിയിട്ടാ എത്താറായിട്ടുണ്ടെന്ന്. എന്താ പറയുക, കാണാൻ തന്നെ നല്ല ഭംഗിട്ടാ. ചുറ്റുഭാഗം 2 സൈഡും കടലിട്ടാ. അതിൻ്റെ നടുവിലൂടെ ഒരു റോഡ്, അതിലൂടെ അങ്ങനെ വണ്ടി പോകുന്നു. ചുറ്റുഭാഗം കാണാൻ എന്താ ഭംഗി. ഇതൊരു ഷിപ്പാണ് കേട്ടോ. കരയിലൂടെയും വെള്ളത്തിലൂടെയും ഒക്കെ പോകുന്ന ഒരു ഷിപ്പ് എന്നൊക്കെയാണ് ഇതിനെ അറിയപ്പെടുന്നത്. അങ്ങനെ ഞങ്ങൾ പോയി ഇത് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ട് ധനുഷ്കോടിയിലെത്തിയിട്ടാ. ഇവിടെ എത്തിയപ്പോഴേ നല്ലോണം ആളുകളുണ്ടായിരുന്നു. എവിടെ ചെന്നപ്പോഴും നല്ല വെയിലും നല്ല ചൂടായിരുന്നു കേട്ടോ. ഈ ടൂർ ഞങ്ങളുടെ ഒരു മറക്കാനാവാത്ത ഒരു അനുഭവം കൂടിയായിരുന്നേ. പിന്നെ ധനുഷ്കോടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് കിടക്കുന്ന ഒരു കൊച്ചു ദ്വീപും കൂടിയാണ് കേട്ടോ. പിന്നെ ഇതിന് പ്രേതനഗരം എന്നും കൂടി അറിയപ്പെടുന്നത്. പിന്നെ ഇതിൻ്റെ ഇടതുവശത്ത് ബംഗാൾ ഉൾക്കടലും വലതുവശത്ത് ഇന്ത്യൻ മഹാസമുദ്രവും കൂടിയാണ്. ഈ യാത്ര നമുക്ക് സമ്മാനിക്കുന്ന പുതിയ പുതിയ കാഴ്ചകളാണ് കേട്ടോ. കൂടാതെ പുതിയ പുതിയ അറിവുകളും കൂടിയാണ്. പിന്നെ ഇതാണ് കേട്ടോ ആ സ്തൂപം. ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കുറച്ച് മുമ്പൊന്നും ഇതുപോലെയല്ല. യൂട്യൂബിൽ നോക്കിയാൽ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അവിടെയൊക്കെ കാണാൻ. അങ്ങനെ ഞങ്ങളിവിടെ എത്തി ഫോട്ടോ ഒക്കെ എടുക്കാൻ തുടങ്ങി. പിന്നെ കാഴ്ചകളൊക്കെ കാണാൻ കേട്ടോ. നമ്മുടെ അയൽരാജ്യമായ ശ്രീലങ്കയുമായി അടുത്ത് നിൽക്കുന്ന പ്രദേശം കൂടിയാണിത്. തമിഴ്നാട്ടിലെ രാമനാഥപുരം എന്ന ജില്ലയിലെ രാമേശ്വരത്തിനടുത്തുള്ള ധനുഷ്കോടിയിലെ അരിച്ചാൽമുനം കൂടിയാണ്. കണ്ടില്ലേ എന്താ ഭംഗിയില്ലേ. ഇവിടെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തിരിച്ചു വരാനൊന്നും തോന്നില്ല കേട്ടോ. കാരണം നല്ല ഭംഗിയുണ്ട് സ്ഥലങ്ങൾ കാണാൻ. പിന്നെ നല്ല കാറ്റുണ്ട്, കടൽ തീരപ്രദേശമല്ലേ. അപ്പോൾ പിന്നെ ഒരുപാട് നേരം അവിടെ നിൽക്കാനൊക്കെ തോന്നും കേട്ടോ. പിന്നെ പെട്ടെന്ന് പോരാനും തോന്നും. കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മാതിരി ചൂടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയൊക്കെ കണ്ടു. പിന്നെ ഫോട്ടോ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞു കേട്ടോ.
പിന്നെ ഇതിൻ്റെ ഫോഴ്സ് കുറവുള്ള സ്ഥലത്തൊക്കെ ഇറങ്ങുകയൊക്കെ ചെയ്യട്ടോ. പക്ഷേ ഞങ്ങൾ ഇറങ്ങില്ല, കാരണം സമയം ഒരുപാട് ആയിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് തിരിച്ച് വരാനുള്ളതാണ്. അപ്പോൾ അത്രയും യാത്ര ഉള്ളതും അല്ലേ. പിന്നെ ദേ ഇവിടെ ഒരുപാട് തെരുവോര കച്ചവടക്കാരുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ മെയിൻ എന്താണെന്ന് വെച്ചാൽ കടലിൽ നിന്ന് കിട്ടുന്ന ശംഖ് അങ്ങനെയുള്ളതൊക്കെ അല്ലേ, അതുകൊണ്ട് ഓരോന്നും ഉണ്ടാക്കിയതൊക്കെ വണ്ടിയിൽ തൂക്കിയിടുന്നത്, അതുപോലെ തന്നെ മറ്റുള്ള ഓരോരോ സാധനങ്ങളൊക്കെ കേട്ടോ കൂടുതലുള്ളത്. പിന്നെ പെൺകുട്ടികൾക്കുള്ള വള മാല അങ്ങനത്തെ ഉള്ളതൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് ഒരു വിലയാണെന്നുണ്ടെങ്കിൽ മറ്റേ സ്ഥലത്തൊക്കെ പോകുമ്പോൾ ആ സാധനം തന്നെ വേറെ വിലയാണ് കേട്ടോ. അങ്ങനെ പല സ്ഥലത്തും പല റേറ്റ് ആയിട്ടാണ് കേട്ടോ ഇവിടെ ഉള്ളത്. വീട്ടിലെ അലങ്കാരത്തിനായിട്ടുള്ള അതുപോലെ തന്നെ അക്വേറിയത്തിൽ വെക്കുന്ന ശംഖ്, അതുപോലെ കല്ല് അങ്ങനെയുള്ളതൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഫിനിമോൾക്ക് 2 വളി 2 മുടിമട് എന്തൊക്കെ വാങ്ങിക്കൊണ്ട് നമ്മൾ അവിടുന്ന് പോന്നു. പിന്നെ അവിടുന്ന് പോകുന്നതിന് ശേഷം കുട്ടികളൊക്കെ തുടങ്ങിയിട്ട് വിശക്കുന്നുണ്ട് പറയാൻ തുടങ്ങി, എന്തെങ്കിലും കുടിക്കാമെന്ന് പറയാൻ തുടങ്ങിയിട്ടോ. അപ്പോൾ പിന്നെ ഇവിടെ ഉള്ളത് ഐസ്ക്രീം, ചോക്കോബാർ അങ്ങനെയുള്ളതൊക്കെ കേട്ടോ. അങ്ങനെ ഒരു ചേച്ചീൻ്റെ അടുത്ത് ചെന്നിട്ടോ. ചില സ്ഥലത്ത് ചോക്കോബാറിന് 30, ചില സ്ഥലത്ത് 20 അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ റേറ്റ്. അപ്പോൾ പിന്നെ ചേച്ചീനെ തന്നെ പിടിച്ചു. അങ്ങനത്തെ ചോക്കോബാറാണ് കേട്ടോ വാങ്ങുന്നത്. 20 രൂപയുണ്ട് ഈ ചേച്ചീൻ്റെ അടുത്ത് വില. നമ്മൾ തന്നെ 19 പേരുണ്ടല്ലോ. അപ്പോൾ ചേച്ചിക്ക് പിന്നെ ഞങ്ങളെ കണ്ടപ്പോൾ നല്ല സന്തോഷമായിട്ട് ഏതായാലും കച്ചവടം നോക്കണേ. അങ്ങനെ അൽഹംദുലില്ലാ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് വീട്ടിലേക്ക് മടങ്ങിയിട്ട് അങ്ങനെ രാത്രിക്കത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറിയതാണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം 9:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അവിടെ ബിരിയാണി ആയിരുന്നുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലത്തെ ബിരിയാണി ഒന്നുമല്ല, വേറെ എന്തോ ചിക്കനും പിന്നെ മുട്ടയും പിന്നെ ബീൻസ് പച്ചക്കറി അങ്ങനെയുള്ള ഓരോന്ന് കട്ട് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയൊരു ബിരിയാണി ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോഴേക്ക് എല്ലാവർക്കും തന്നെ നല്ലോണം വിശന്നിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അവരോട് കുട്ടികൾക്ക് എന്താ ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ അവർ ഈ റൈസ് തന്നെ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അവരോട് പറഞ്ഞു കുറച്ച് എരി കുറച്ചിട്ട് ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ട്. അപ്പോൾ അവരും തന്നെ ആ സ്പോട്ടിൽ എരി കുറച്ചിട്ട് ഉണ്ടാക്കി തന്നു. നമ്മൾ കഴിച്ച റൈസ് അത്യാവശ്യം എരി ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനത്തെ വണ്ടിയിൽ കയറി അതിന് ശേഷം എല്ലാവരും ഉറങ്ങാൻ തുടങ്ങി. അങ്ങനത്തെ നമ്മളെ നാട്ടിലെത്തി കൊപ്പത്തെത്തിയിട്ടാ. ഇപ്പോൾ സമയം 5:15 ആയിട്ടുണ്ട്. അപ്പോൾ സുബഹി നിസ്കരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇറങ്ങിയതാണ് കേട്ടോ. ആണുങ്ങൾക്ക് നിസ്കരിക്കാനുള്ള പള്ളിയാണിത്, മറ്റേ സൈഡിൽ കാണുന്ന പെണ്ണുങ്ങൾക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തന്നെ സുബഹി ഇവിടെ നിസ്കരിച്ചു. പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഉഷാറായിട്ടാണ്. നമ്മളെ ഷിബിലി മോനൊക്കെ വീട്ടിലേക്ക് എത്താനുള്ള സന്തോഷത്തിലാണ്. അങ്ങനെ ഇപ്പോൾ സമയം 8 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്തേക്ക് വണ്ടി കൊണ്ടുപോയില്ല കേട്ടോ, കാരണം ചെറിയ റോഡ്. പിന്നെ ഫുഡ് കൊണ്ടുപോകാനുള്ള കാരണം മെല്ലെ ഡ്രൈവർ വീട്ടിൽ തന്നെ വണ്ടി എത്തിച്ചു. വണ്ടി പോകുമ്പോൾ നമ്മൾ ഷിബിലിമാർക്ക് ഭയങ്കര ടെൻഷൻ കേട്ടോ. അമ്മച്ചിയെ കഴിഞ്ഞില്ല, നമ്മൾ സിയാറത്തിൻ്റെ ടൂറൊക്കെ കഴിഞ്ഞില്ല, ഇനി എന്നാന്നൊക്കെ അങ്ങനെ ചോദിക്കായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അതിൻ്റെ മുന്നേ ഡ്രൈവറോട് പറഞ്ഞിരുന്നു കേട്ടോ, ഇനി ഇൻഷാ അല്ലാ അടുത്ത ടൂർ പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങളെ തന്നെ വിളിക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. അവൻ നല്ല കമ്പനി ആയിരുന്നു കേട്ടോ ഡ്രൈവറിനോട്. അങ്ങനെ അൽഹംദുലില്ലാ സിയാറത്തും ടൂറൊക്കെ നല്ല ഉഷാറായി കഴിഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ചട്ടിയും പാത്രങ്ങളും കുട്ടികളും ഒക്കെ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാൻ മതി വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.